ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കിച്ചണിലെ സിങ്ക് എങ്ങനെ അഥവാ കൊട്ടത്തളം എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം. നമ്മൾ അലക്ക് സോപ്പില്ലേ, ആ ഒരു സോപ്പ് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഈ സ്ക്രബ്ബറില്ലേ ഇത് ഉപയോഗിച്ചിട്ട് നല്ലോണം പദം വെപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് വരയ്ക്കുക. നല്ലോണം അരച്ചിട്ടിട്ട് ഈ സ്ക്രബ്ബർ ഇതിനായിട്ടുള്ളതാണ്, അല്ലാണ്ട് പാത്രം കഴുകുന്നത് വേറെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു വൃത്തിയില്ല, അപ്പം ഈ സിങ്ക് കഴുകുന്ന ഇതിനെ കൊണ്ടായിരിക്കും പാത്രം. അതൊരിക്കലല്ല, ഇതിനായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇത് കണ്ടില്ലേ, ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച് പഴകിയ സാധനം കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. ആദ്യം പാത്രമൊക്കെ വെക്കുന്ന സാധനം നമ്മൾ കളയണ്ട, ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് മാത്രം ഇങ്ങനെ വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വൃത്തിയാക്കി വരച്ചിട്ടെടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും ഇങ്ങനെ വരച്ചിട്ടിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം വൃത്തിയാക്കി വെച്ച് നല്ല ഷൈനിങ് ഉണ്ടാവും. മാത്രമല്ല ഈ മീനിൻ്റെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അങ്ങ് പോകും. നമ്മളത് വൃത്തിയാക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്ത് കണ്ടില്ലേ, വെട്ടി തിളങ്ങുന്നുണ്ടില്ലേ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ കഴുകി വെച്ചാൽ പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല, എലീൻ്റെ പരിശല്യം ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ എണീച്ച് നമ്മൾ അടുക്കളയിൽ കിച്ചണിലേക്ക് വരുമ്പോൾ പാറ്റ, പല്ലി, എലി ഒക്കെ വൃത്തികേടാക്കിയേക്കും. അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ പാത്രമൊക്കെ കഴുകി നമ്മൾ ലാസ്റ്റ് കംപ്ലൈൻറ്റ് വരുന്ന ഒരു സ്ക്രബ്ബറില്ലേ, അതോ അല്ലെങ്കിൽ പുതിയൊന്ന് വാങ്ങിയാൽ മതി. അത് ഇതിനായിട്ട് ഉപയോഗിക്കുക. പാലക്ക് സോപ്പ് കൊണ്ട് കഴുകിയാൽ നല്ല ക്ലിയർ ഉണ്ടാകും. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടല്ലേ വെട്ടിത്തിളങ്ങുന്നുണ്ടോ. ഇപ്പം ഇങ്ങനത്തെ സിങ്ക് കാണാൻ പണിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പണ്ട് ഖത്തറിന്ന് എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. ഒരുപാട് പഴക്കമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്യാം, പച്ചക്കറിയൊക്കെ മുറിച്ചിടാം. വെള്ളം ഒരിക്കലും താഴോട്ടേക്ക് വരില്ല. അപ്പോൾ ഒരു വലിയൊരു സിങ്കാണ്. അപ്പോൾ ഇതിന്ന് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ശ്രമിച്ച് നോക്കുക. നമ്മളെ കിച്ചണാണ് നമ്മളെപ്പോഴും വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നത് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കിയാൽ നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.